ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ദയയാലെ ഉയർപ്പിനെ നമ്മുടെ ഹൃദയത്തോടെ വാഴ്ത്തുന്നതിനും വിശുദ്ധ ഗീതങ്ങളാൽ അവന്റെ വിജയത്തെ പ്രകീർത്തിക്കുന്നതിനും സ്വർഗവാസികളോട് നിന്റെ അനന്തമായ ശക്തിയുടെ മഹത്വത്തെ ഏറ്റുപറയുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ തിരുകുമാരന്റെ പുനരുത്ഥാനം അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ ഭാവി ജീവിതത്തിലുള്ള പ്രത്യാശ പറയുവാനിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, എന്നോട് നീതി ചെയ്യണമേ, എന്തെന്നാൽ എന്റെ ജീവിതം നിഷ്കളങ്കമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നോട് നീതി ചെയ്യണമേ, എന്തെന്നാൽ എന്റെ ജീവിതം നിഷ്കളങ്കമാകുന്നു. അചഞ്ചലനായി ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു. കർത്താവേ, അങ്ങ് തന്നെ പരീക്ഷിക്കുകയും എന്റെ ഹൃദയം പരിശോധിക്കുകയും ചെയ്യുക. അങ്ങേ സ്നേഹത്തെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഞാൻ ജീവിച്ചു. ദുഷ്ടന്മാരോടും മൂഢന്മാരോടും ഞാൻ ഒരിക്കലും സഹവസിച്ചില്ല. വഞ്ചകരുടെയും പാപികളുടെയും സഹിതം ഞാൻ ഇന്ന് വെറുത്തിരുന്നു. കൈകൾ കഴുകി നിർമ്മലമാക്കിയ ശേഷം ഞാൻ അങ്ങേ എന്റെ പീഠത്തിന് പ്രദക്ഷിണം വെച്ചു. ഞാൻ അങ്ങേ കീർത്തനം പാടുകയും അത്ഭുതങ്ങൾ വിവരിക്കുകയും ചെയ്തു. അങ്ങേ ഭവനത്തിലെ ജോലികൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമാകുന്നു. നിത്യമഹത്വം കൂടികൊള്ളുന്ന അങ്ങേ ഭവനത്തെ ഞാൻ സ്നേഹിക്കുന്നു. പാപികളോടും രക്തദാഹികളോടും ഒപ്പം അങ്ങ് എന്നെ പരിത്യജിക്കരുതേ. അവരെല്ലാം വഞ്ചകരും അനീതി ചെയ്യുന്നവരുമാകുന്നു. ഞാൻ പൂർണ്ണതയുടെ വഴിയിൽ കൂടി നടക്കുന്നു. കാരുണ്യപൂർവ്വം എന്നെ രക്ഷിക്കണമേ. എന്റെ പാദങ്ങൾ നീതിയിലൂടെ നീങ്ങുന്നു. ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സുതരകവും പരിശുദ്ധമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. Thank you.
ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമളജപം പോലെ അതങ്ങേ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സഹായബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും അതിരങ്ങൾക്കും അങ്ങ് കാവൽ നിർത്തണമേ. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാനും ദുഷ്ടന്മാരോട് സഹവസിക്കുവാനും അങ്ങനെ അനുവദിക്കരുതേ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ ധൈര്യം കൊണ്ട് എന്നെ ശുശ്രൂഷിക്കുവാൻ അനുവദിക്കരുതേ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ പ്രവർത്തികൾക്ക് എതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്തങ്ങളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹവസരമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേൾക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. നിന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നുവല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവരെനിക്ക് കണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ അഭയമാണല്ലോ. അങ്ങേ പ്രമാണം എന്റെ പാദങ്ങൾക്ക് വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ ശപഥപൂർവ്വം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ കഷ്ടപ്പെട്ടു, അങ്ങേ വാക്കനുസരിച്ച് എന്നെ രക്ഷിക്കണമേ. എന്റെ അധരങ്ങളുടെ കാണിക്കൽ സ്വീകരിക്കണമേ. നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ജീവൻ എപ്പോഴും അപകടത്തിലാവുന്നു, എങ്കിലും ഞാൻ അങ്ങേ നിയമം മറന്നില്ല. ദുഷ്ടന്മാർ എന്റെ വഴികൾ വെച്ചു, എങ്കിലും നിയമത്തിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, വാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ സ്നേഹം വലുതാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എന്റെ വാക്കുകേട്ട് എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ദാസനായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും പാപികളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു നാഥാനിത്യം ദിഗ്ഭരത്തെ. നിധിയും മഹിമയും ഒഴുകിയിടുന്നു. നിന്റെ നിഴത്താൽ സഭയെ നേടി. വധുവായവളെ അലംകൃതയാക്കി. നിജസുതരത്വ വസിക്കുമവൾ നിൻ മഹിമയിൽ
ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ദരിദ്രരുടെ വിശ്വാസം ഞങ്ങളിൽ പൂർണ്ണമാക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ്വര, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അവരിൽ സംവിധാനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനമർദ്ദനുമായ കർത്താവേ, അങ്ങേക്ക് സകലമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന റൂഹാ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന റൂഹാ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി ചൈതന്യങ്ങളേറും നവജനമായി നാം മാറും. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ പിതാവായ യേശുവായ സ്തുതി. അവനവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനമാണല്ലോ. അനന്തരം ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, മിശിഹ പീഡ സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പാപമോചനത്തിലുള്ള മാനസാന്തരം അവന്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം, നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവനവരെ ബദനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് അകലുകയും
സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. വലിയ സന്തോഷത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാ ദേവാലയത്തിലായിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഒന്നുകൂടിയിരിക്കുകയാണ്. ഡാനിയസ് ചിന്തകനായ കാർലെ എന്ന് പറയുന്നുണ്ട്, ജീവിതം മുന്നോട്ട് നാം നയിക്കുന്നു, എന്നാൽ അത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുന്നതിന് പുറകോട്ട് നോക്കണം. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം ഈശോയുടെ ജീവിതത്തിൻ്റെ പിന്നോട്ട് നോക്കുമ്പോൾ എല്ലാ പ്രവചനങ്ങളും ഈശോയിലെ പൂർത്തിയാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടുന്ന് ഉത്ഥാനം ചെയ്ത് 40-ാം ദിവസമാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് എന്ന്. ഈ സമയത്ത് അവിടുന്ന് ശിഷ്യരോടുകൂടി ആയിരിക്കുകയും അവരോടൊക്കെ ഭക്ഷിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും എല്ലാം ചെയ്തു. താൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നൽകുമെന്നും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് സാക്ഷ്യം വഹിക്കും എന്നും ഈശോ അവരോട് പറയുകയുണ്ടായി. ഈശോ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അവിടുന്ന് പൂർത്തിയാക്കി. വലിയ സന്തോഷത്തോടുകൂടിയാണ് ആ ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ ദേവാലയത്തിനെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്. ആ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം നമ്മളും ഇന്ന് അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശുദ്ധ കുർബാനയുടെ തുടക്കത്തിൽ നമ്മൾ ഈശോയുടെ ജനനം ആണ് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതം, ഈശോയുടെ ദൃഢാനുഭവം, മരണം, ഉത്ഥാനം, ഏറ്റവും അവസാനത്തെ ആശീർവാദം, സ്വർഗത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ഈശോ ശിഷ്യന്മാരെല്ലാം ആശീർവദിച്ച ആ സംഭവമാണ് നമ്മളെ അനുസ്മരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ആ ജീവിത സംഭവങ്ങളെല്ലാം ഇന്ന് നമ്മളെ ആചരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. ആ കുർബാനയിലെ നമുക്ക് കൂടുതൽ സജീവമായിട്ടും വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ശരിയായിട്ടുള്ള ബോധ്യത്തോടുകൂടിയും നമുക്ക് പങ്കെടുക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയെക്കുറിച്ച് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയാക്കി അവിടുന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കും. വലതുവശത്തിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സ്ഥാനമാണ്. ഈശോ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും ലോകത്തിൽ വന്ന് ജീവിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റി രക്ഷണീയ കർമ്മമെല്ലാം പൂർത്തിയാക്കി വീണ്ടും പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് അവിടുന്ന് ആരോഹണം ചെയ്യുകയുണ്ടായി. ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ്. നമുക്ക് ധ്യാനാത്മകമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കാം. നാളത്തെ തിരുനാളിനായിട്ട് നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ഒരുങ്ങാം. കർത്താവിൻ്റെ ജീവിതം ഇന്ന് നമ്മിലൂടെയൊക്കെ തുടരുവാൻ ഈശോയുടെ കാരുണ്യവും സ്നേഹവും പ്രതീക്ഷയുമൊക്കെ നമ്മിലൂടെ മറ്റുള്ളവരെ ഗ്രഹിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം ഈശോയ്ക്ക് അനുഗുണമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശ്വാസത്തെ തീഷ്ണതയോടുകൂടി പ്രത്യാശയുള്ളവരായി എന്നും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നല്ല ജീവിതം നമുക്ക് ഓരോരുത്തർക്കും നയിക്കുവാൻ ഈ തിരുനാൾ നമുക്കെല്ലാവർക്കും സഹായമാകട്ടെ. ഇന്നത്തെ ഈ സായന്ന പ്രാർത്ഥനയിലെ ഭക്തി ആദരവോടുകൂടി വിശ്വാസത്തോട് പങ്കുചേർത്ത് ദൈവത്തിൻ്റെ സ്തുതിയും മഹത്വവും നന്ദിയും സമർപ്പിക്കുകയും ചെയ്യും.
തന്റെ സുധാരണത്താൽ രക്ഷാകരത്തെ പറ്റി സ്നേഹന്മാർ പ്രവർത്തിച്ചതെല്ലാം പൂർത്തിയാക്കി മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മഹത്വത്തോടും പ്രതാപത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്താസനസ്ഥനായ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ സ്വഭാവത്താൽ സ്നേഹന്മാരെ വിസ്മയപരിതരാക്കി അവർ നോക്കി നിൽക്കവേ പെട്ടെന്ന് അപ്രത്യക്ഷനായ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ സ്വർഗാരോഹണത്താൽ സകല ശത്രുക്കളെയും തന്റെ പാദപീഠത്തിലേക്ക് കാൽക്കീഴിലാക്കിയ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ സ്വർഗാരോഹണത്താൽ മനുഷ്യവംശത്തെ സകല ശക്തികൾക്കും ഉപരി ഉയർത്തിയ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മർത്യരായ ഞങ്ങൾക്ക് മുള്ളുകൾ പുറപ്പെടുത്തുന്ന ഭൂമിക്ക് പകരം അമർത്യമായ ജീവനിൽ വസിക്കുവാൻ സ്വർഗത്തിൽ വാസസ്ഥലം പ്രദാനം ചെയ്ത മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വംശത്തെ അടിമപ്പെടുത്തിയിരുന്നവരിൽ നിന്നും തന്റെ സ്വർഗാരോഹണത്താൽ ഞങ്ങളെ സ്വതന്ത്രരാക്കി തന്നിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും സമ്മാനം നൽകിയ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാനമേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനും ആ മേഘങ്ങളിൽ തന്നെ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്നെ അയച്ച പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ സഭയുടെ പിതാവും തിരുസഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും, ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും, മറ്റെല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും അവരുടെ ശുശ്രൂഷകർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ മാലാഖമാരുടെ ഗണങ്ങളാൽ ശ്രദ്ധിക്കപ്പെടുന്നവനും ഭൂമിയിൽ മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവനുമായ മിശിഹായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും നിന്നോട് ചോദിക്കുന്നവരുടെ അപേക്ഷയ്ക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിനെയും അനുഗ്രഹത്തിനെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെ ശരീരത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ അനുഗ്രഹിക്കണമേ. സഹോദരരെ, കൈവെപ്പനായി നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സർവ്വത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവ്വത്തെയും സ്വാമനപ്പെടുത്തന്റെ സമാശ്വാസവും എല്ലാറ്റിലും പ്രവചരിക്കുന്നതിന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ വന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവിൻ. ഹൃദയത്തിൽ നിന്നൊത്താരത്താൽ മിശിഹായുടെ ആദിഫലം മർത്യൻ വഴിയായി ലോകത്തിൽ മരണം വന്നതുപോലിപ്പോൾ മഹിളവൻ വഴികളിൽ ഉദ്ധാരവും ഉണ്ടായല്ലോ. ആദം മൂലം മരണം പോൽ മിശിഹായ നാം ഉയർത്തേടി. കർത്താവിന്റെ പ്രവൃത്തികൾ ആഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
ദയായ കർത്താവേ, അർപ്പണിച്ച ഞങ്ങൾ ജഡന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ നിഗമിച്ച് പഴയ മനുഷ്യന്റെ അവന്റെ ചെയ്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുവാനും മിശിഹായോടുകൂടെ ഉയർന്നെഴുന്നേറ്റ് ഉയരങ്ങളിലുള്ളവരെ പറ്റി ചിന്തിക്കുവാനും സനാതന സൗഭാഗ്യത്തിൽ വന്നെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ആത്മാവ് നിന്റെ രക്ഷയെ അന്വേഷിച്ചു തളരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മാവ് നിന്റെ രക്ഷയെ അന്വേഷിച്ചു തളരുന്നു. എന്റെ പ്രത്യാശ നിന്റെ വചനത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനത്തെ നോക്കിയിരുന്ന് എന്റെ കണ്ണ് ക്ഷീണിച്ചു. എപ്പോഴാണ് നീ എന്നെ ആശ്വസിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പോകുന്നു. എന്തുകൊണ്ട് വൈത്തിരിക്കുന്ന തോൽക്കുടത്തിന് ഞാൻ സദൃശനായി. എന്നിരുന്നാലും നിന്റെ പ്രമാണങ്ങൾ ഞാൻ മറന്നിട്ടില്ല. നിന്റെ ദാസൻ എത്ര നാൾ സഹിച്ചുകൊണ്ടിരിക്കണം? എന്റെ വീട് വരെ നീ എന്നാണ് എനിക്ക് ചെയ്യുക. നിന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസികളാകുന്നു. സഹായത്തിന് വരണമേ. ഭൂമിയിൽ അവർ എന്നെ ഏറെക്കുറെ നശിപ്പിച്ചിരിക്കുന്നു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനകൾ ഉപേക്ഷിച്ചിട്ടില്ല. നീ അരുളിച്ചെയ്ത കൽപ്പനകൾ പാലിക്കുവാൻ അനിതരമായ സ്നേഹത്താൽ എന്റെ ജീവനെ കാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങേ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കഥാവിനെ മഹത്വമേറിയ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ അപേക്ഷയും മറിയോസേഫിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെയും മാർഗീവർഗീസിന്റെയും മറ്റ് വേദസാക്ഷികളുടെയും ഞങ്ങളുടെ ഇടവമധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മറ്റ് സകല വിശുദ്ധരുടെയും അൽപ്പാന്മാരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശ്വാസത്തിന്റെ സൈന്യങ്ങളുടെ സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. നിത്യപിതാവിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേ നീതിമാന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മാതൃവാടി ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.